ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഡേറ്റ് നൈറ്റ് പോകാൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട് ബാക്കി ചെയ്യാൻ. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ കാണിച്ചു തരാം. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. നല്ല പ്രിറ്റി ആയിട്ടുണ്ട്. ഇട്ടതാ കണ്ടില്ല ഞാൻ. കാണിക്ക്. ഓ ഭയങ്കര പ്രിറ്റി ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്നു, പക്ഷെ അതും മേടിച്ചു. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. താങ്ക് യു. ലെറ്റ്സ് ഗോ. ഇങ്ങനെ നടക്കാം. ആ ഗ്യാപ്പ് കൂടെ അങ്ങനെ നമ്മളുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എത്തി. ദിസ് ഇസ് ദി റെസ്റ്റോറൻറ്റ് ഗ്രാന ബൈലാന. ഇതാണ് നമ്മളുടെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെനു. എടുത്താ ലാമ്പ് ഇഷ്ടപ്പെടുവാ. important to make our vision room birthdays, yes? Thank you. Birthday. Thank you so much. Thank you, Vicky. അങ്ങനെ ഞങ്ങളുടെ ഡേറ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോകാൻ പോകുന്നേ. ലെറ്റ്സ് ഗോ ഹോം. ഞാൻ ഭയങ്കരമായിട്ട് വിഹാനെ മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിഹാൻ്റെ വീഡിയോസ് ഇരുന്ന് ഞങ്ങൾ കണ്ടു. പിന്നെ കോൾ ചെയ്ത് കാണുമ്പോൾ അവൻ കരഞ്ഞപ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു. അല്ലേ വിക്കി? നല്ലൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നുണ്ടായിരുന്നു. നൈറ്റ് സൂപ്പർ നൈറ്റ്. അത്
ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്തു അല്ലേ. ലാസ്റ്റ് മാത്രം നമുക്ക് അത്ര ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ എല്ലാം ഫിനിഷ് ചെയ്തു ഞങ്ങൾ. ഇനി ഡെസേർട്ട് മാത്രം കഴിക്കണം. എനിക്ക് അത് മാത്രം തന്നെ ഒരു കുറവായിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഫുഡ് വന്നിട്ട് അവർ ഇത് തന്നു, ബർത്ത്ഡേ വിഷ് ചെയ്തു. ഒരു എന്തായിരുന്നു അത്, എന്തോ ഒരു സംഭവം, ഒരു സ്പെഷ്യൽ ട്രീറ്റ് ആയിട്ട് നമുക്ക് തന്നു, ഡെസേർട്ട്. പക്ഷെ അത് ഡെസേർട്ട് പോലെ ഉണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് മെക്ഡിയിൽ നിന്ന് എനിക്ക് ജസ്റ്റ് ഒരു കോൺ മേടിച്ച് കഴിക്കണമെന്നുണ്ട്, സോഫ്റ്റ് കോൺ. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് വിഹാനെ കാണാൻ പോവാം. യെസ്, ലെറ്റ്സ് ഗോ. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയി. ഹായ് ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാനാണ്. സോ ഈ ദിവസം പറഞ്ഞാൽ 31st വന്ന എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെയും വിക്കേട്ടൻ്റെയും ശരി ബർത്ത്ഡേസ് അടുത്തടുത്താണ് വരുന്നത്. ഏട്ടൻ്റെ 28th ആയിരുന്നു, സോ തേഴ്സ്ഡേ ആയിരുന്നു. ആൻഡ് എൻ്റെ വന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ തേഴ്സ്ഡേ അത്ര ഒന്നും നമുക്കൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, രണ്ടാളുടെയും ബർത്ത്ഡേ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു സൺഡേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേ അന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് ഞങ്ങൾ ഡേറ്റ് നൈറ്റ് പ്ലാൻ ചെയ്തത്. സോ ഞങ്ങൾ ഡേറ്റ് നൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ നല്ല റിസർച്ച് ചെയ്തിട്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് വന്നിട്ട് ടേസ്റ്റിംഗ് മെനു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങൾ രണ്ടാളുടെ പ്ലാൻ. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടന്നത് ഭയങ്കര ഒരു കുട്ടി കുട്ടി സർപ്രൈസസ് ഒക്കെ എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. 30th വന്നിട്ട് ഞങ്ങൾ വിവിധ് സിഡ്നി ഫാമിലി ആയിട്ട് ഞങ്ങൾ പോയിണ്ടായിരുന്നു. പിന്നെ വരാൻ നമുക്ക് ഓൾമോസ്റ്റ് 12:30 ആയി, രാവിലെ 12:30 ആയി. സോ എൻ്റെ ബർത്ത്ഡേ 12 o'clock ഞങ്ങളെല്ലാവരും ട്രെയിനിലായിരുന്നു. സോ വീട്ടിൽ വന്നിട്ട് ഒരു ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും ഉണ്ടാവില്ല, എന്തായാലും നമ്മുടെ ബർത്ത്ഡേ അതിൽ തന്നെ തീർന്നല്ലോ. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാനും വിഹാനും കിടന്ന് ഉറങ്ങി. പക്ഷേ ഏട്ടൻ അതുവരെ ഉറങ്ങാണ്ട് എൻ്റെ ഫേവറേറ്റായ ബ്ലൂബെറി ചീസ് കേക്ക് ഏട്ടൻ തന്നെ ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കി. അതല്ലാതെ എന്നെ ഇന്ത്യൻ ടൈം 12 o'clock ഇല്ലേ, അപ്പോൾ ഇവിടുത്തെ ഒരു 4:30 ആവുന്നുണ്ട്. ആ സമയം എല്ലാവരും അമ്മേനെയും അച്ഛനെയും വിഹാനും എല്ലാവരും എണിച്ച് ഒരു ക്യാൻഡിൽ ലൈറ്റൊക്കെ വെച്ച് ആ സ്ഥലം തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നോക്കില്ല, ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ സംഭവമൊക്കെ കാണുമ്പോൾ ഞാൻ ഫുള്ളി മെസ്മറൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോസ്, ആ ക്ലിപ്പിങ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതല്ലാതെ എനിക്ക് ഇനിയൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയൊരു ക്യൂട്ടായ ഒരു കമ്മൽ കിട്ടി, ഒരു ഗിഫ്റ്റായിരുന്നു. പിന്നെ അതല്ലാതെ ഇതാ ഈ ചെയിന്, ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് കമ്മൽ മേടിക്കാൻ പോയിന്ന് എങ്ങനെ അറിയും വെച്ചാൽ അവള് എല്ലാവരും എണിച്ചിട്ട് രാവിലെ ഏട്ട എവിടെയോ പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. സോ അത്രേ ഇല്ലൂ എന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ട്രെയിനിൽ പോയിട്ട് പിന്നെ അവിടെ എത്തുമ്പോൾ ഹാർബർ ബ്രിഡ്ജിൻ്റെ അവിടെ പോകുമ്പോഴാണ് ക്യൂട്ടായി എനിക്കൊരു ചെയിൻ കിട്ടിയത്. ആ ചെയിൻ കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. വെച്ചാൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ശരി എന്താ ഇങ്ങനെ കമ്മൽ മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ രണ്ടും സെറ്റായിട്ടായിരുന്നു മേടിച്ചത്. പക്ഷെ തരുമ്പോൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് തന്നു. ഇനി ഇപ്പം ഞാൻ പറഞ്ഞ ഈ മറ്റേ ബർത്ത്ഡേ സർപ്രൈസിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സസ് നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് see you in next video. Okay? Happy birthday. Happy birthday to you.
എടി കത്തി എനിക്ക് തപ്പ് കൂട്ടാൻ പറ്റില്ല. തപ്പ് കൂട്ടുന്നില്ലേ?